കൊച്ചനിയെത്തി പച്ചില കാട്ടിൽ മറഞ്ഞു നിൽക്കല്ലേ. ആ മലങ്കാട്ടിൽ കാട്ടുതീ വന്നപ്പോൾ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. ഒരു മരക്കൊമ്പിൽ രണ്ടോ മനക്കൂട്ടത്തിൽ കുരുവികളന്നൊരു കൂടും വച്ചു. സൂപ്പർ ഹിറ്റുകളുടെയും മെഗാ ഹിറ്റുകളുടെയും വമ്പൻ ബോക്സ് ഓഫീസ് വിജയങ്ങളുടെയും മാത്രം കണക്കുകൾ സൂക്ഷിക്കുന്ന മലയാള സിനിമയുടെ ചരിത്രം സഞ്ചരിച്ച നാൾവഴികളിലെ ഉപേക്ഷിച്ചു പോയ വസ്തുക്കളിൽ നിന്നും മറ്റൊരു വലിയ സമാന്തര ചരിത്രം സൃഷ്ടിക്കുകയാണ് ഇവിടെ പത്തനംതിട്ട കോന്നിയിലൊരാൾ. അതിസമ്പന്നതയുടെ സിനിമാ ചരിത്രം ആക്രിക്കടയെന്ന് അധിക്ഷേപിച്ചേക്കാമെങ്കിലും മലയാള സിനിമയുടെ യഥാർത്ഥ ചരിത്രം വീണ്ടെടുക്കപ്പെടുന്നത് ഇവിടെ ആക്രി സാമഗ്രികളിൽ നിന്നുമാണെന്ന് തിരിച്ചറിയണം. കല്ലച്ചിലടിച്ചു വെച്ച ആദ്യത്തെ സിനിമാ നോട്ടീസുകൾ തൊട്ട് കാലം കാത്തുവെച്ച സകലതിനെയും വായിച്ച് കൊൾമയർ കൊള്ളുമ്പോൾ ഒരുപക്ഷെ ന്യൂജൻ കുട്ടികൾ ചിരിച്ചേക്കും. അവരറിയുന്നില്ലല്ലോ നാളത്തെ ചിരിയോ ചരിത്രമോ ആണ് അവരുടെ ഇന്നത്തെ ചെയ്തികളെന്ന കാര്യവും. എന്തായാലും മലയാള സിനിമ മറന്നിട്ടു പോയ സ്വന്തം ചരിത്രത്തിന്റെ സംശയങ്ങൾക്കെല്ലാം ഇവിടെ ഒരു വീട്ടിൽ നിന്നെങ്കിലും തീർപ്പാവുന്നു. മലയാള സിനിമയ്ക്ക് പത്തനംതിട്ട കോന്നിയിലെ ഈ വീട്ടിൽ നിന്ന് എഴുതി തുടങ്ങാൻ ഒരു ചരിത്രമുണ്ട്. എഴുതി തുടങ്ങിയാൽ എഴുതപ്പെട്ട ചരിത്രങ്ങൾക്കെല്ലാം മീതിയായിരിക്കും ആ സിനിമാ ചരിത്രം. ഏതാനും ചരിത്ര വിശാരദന്മാർ അക്ഷരത്തിൽ എഴുതിക്കൂട്ടുന്നതിനേക്കാൾ ത്യാഗപൂർണമായ ചരിത്ര നിർമ്മിതി. കാലം കൊട്ടകകളിൽ കാത്തുവെച്ച പഴയ ബോക്സ് ഓഫീസ് വിജയങ്ങളുടെ ഷീൽഡുകൾ, കഥ പറഞ്ഞ് ഫോസിലുകളായ പഴയ നോട്ടീസുകൾ, പാടിത്തീരാത്ത പാട്ടുപുസ്തകങ്ങൾ, ചുമരുകളെ പുളകം കൊള്ളിച്ച പോസ്റ്ററുകൾ, മഹാത്ഭുതങ്ങൾ വട്ടത്തിലടക്കം ചെയ്ത ഫിലിം പെട്ടികൾ, പൊടിഞ്ഞുപോയിട്ടില്ലാത്ത ഓർമ്മകളുടെ പല പോസിലുള്ള ഫോട്ടോകൾ, പിന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ സിനിമകൾ, ഗ്രാമഫോൺ റെക്കോർഡുകൾ എല്ലാം ഒരൊറ്റ മുറിയിൽ പരിപാലിച്ച് കോന്നിയിലെ ഒരു പാരലൽ കോളേജ് അധ്യാപകനായ മനു സ്വന്തം സ്മൃതികളുമായി മലയാള സിനിമയുടെ മഹാവിസ്മൃതികളോട് പോരാടി നേടിയതാകുന്നു ഈ കാണുന്നതെല്ലാം. കാട്ടുതീ വന്നപ്പോൾ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. ഒരു മരക്കൊമ്പിൽ രണ്ടോ മനക്കൂട്ടത്തിൽ കുരുവികളന്നൊരു കൂടും വച്ചു. 1956 ജനുവരി 26 പത്തനംതിട്ട വേണുവിൽ കളിക്കാനെത്തിയ നീലയുടെ അനിയത്തി എന്ന സിനിമയുടെ നോട്ടീസാണിത്. സിനിമയിൽ സംവിധായകന്റെയോ തിരക്കഥാകൃത്തിന്റെയോ പേരില്ല. ഉള്ളത് സ്റ്റുഡിയോയുടെ പേരാണ്, മേറിലാൻഡ്. പിന്നെ കല്ലച്ചിലടിച്ച കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ, കഥാസംഗ്രഹവും. അനിയത്തി സിനിമയുടെ ആ ഒരു ഒറ്റ നോട്ടീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാനുണ്ട് അനവധി അധ്യായങ്ങളുള്ള പഴയ സിനിമാ വ്യവസായത്തിന്റെ ചരിത്രം. ചാക്കുകെട്ടുകൾ ഓരോന്നായി തുറന്നിട്ടാൽ അങ്ങനെ ആക്രിക്കടകളിൽ നിന്നും വീണ്ടെടുത്ത ചരിത്രശേഖരങ്ങളാണ് നിറയെ. മലയാളിയുടെയും മലയാള സിനിമയുടെയും ഏറ്റവും വലിയ ദൗർബല്യമായ നൊസ്റ്റാൾജിയയിൽ പിടിച്ചു തന്നെയാണ് ഇവിടെ മനുവിൻ്റെയും കളി. പാട്ടുകളുടെ ഒരു വലിയ കളക്ഷൻ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അർജുന മാഷുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അർജുന മാഷ് പറഞ്ഞ് ദേവരായ മാഷെ കാണാനായിട്ട് ഞാൻ കരവനെ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ പോയി. അപ്പോൾ ദേവരായ മാഷ് പറഞ്ഞു, നീയെ ഈ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ നിൻ്റെ കൈ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അന്ന് ഇന്നത്തെ മാതിരത്തെ നെറ്റോ ഇൻ്റർനെറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ചാനലുകൾ പോലും ഇത്രയും പ്രചാരത്തിലുള്ള സമയമല്ല. അപ്പോൾ ഇത് ആൾക്കാർ കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവണം. അങ്ങനെ ഞാനിതൊരു ഹോബി എന്നുള്ള രീതിയിൽ പാട്ടുകൾ ആ ഒരു കാലഘട്ടത്തിൽ പാട്ടുകൾ കളക്ട് ചെയ്തു. അതിന് ശേഷമാണ് പിന്നീട് സിനിമ കളക്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ഇപ്പം പാട്ടുകൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർ ചില പാട്ടുകൾ കേൾക്കാൻ തന്നെ വന്നിട്ടുണ്ട്. വളരെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ചില പാട്ടുകൾ ഒരു തവണയെങ്കിലും പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ചിലർ കണ്ടിട്ടുള്ള ഷൂട്ടിങ്ങുകൾ, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ മുമ്പ് ഒരു ഇന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ സിനിമ എനിക്കൊന്ന് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ദൂരെ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്.
കാരണം ഈ പിന്നെ പല ആർട്ടിക്കിൾസൊക്കെ കണ്ടിട്ടൊക്കെ ആണെങ്കിൽ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അന്വേഷിച്ച് വന്നിട്ട് ഇതൊക്കെ കാണാനായിട്ട് മാത്രം ഈ പാട്ടുപുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അവർ പറയാറുണ്ട്, ഞാൻ ഇന്ന തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമയാണിത്, ഈ സിനിമ കണ്ട ദിവസത്തെ കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ട്. അത് അവർക്കൊരു സന്തോഷം, അത് നമുക്കൊരു സന്തോഷമാണ്. മലയാള സിനിമയുടെ അതിസമ്പന്നമായൊരു ഭൂതകാലമാണ് മനുവിൻ്റെ അലമാരയിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. കാലം മാറുമ്പോൾ വെറും നോക്കുകുത്തികളായി പോയേക്കാവുന്ന ഷീൽഡുകളെല്ലാം മനുവിൻ്റെ വീട്ടിലെത്തുമ്പോൾ സംഭവബഹുലമായൊരു ചരിത്ര നിർമ്മിതിയുടെ ഭാഗമാവുകയാണ്. ജീവിതത്തിൽ ആദ്യമായി താൻ കണ്ട സിനിമാ ഷൂട്ടിങ് ജയൻ്റെ നായാട്ട് എന്ന സിനിമയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ശേഖരിച്ച ഷീൽഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ മനു പറയുന്നതെല്ലാം മലയാള സിനിമയുടെ തന്നെ പൊതു ഓർമ്മയാണ്. കാലമേ കനകത്തിൽ കരിദൂഷും കാലമേ, എവിടെ നിന്മാന്ത്രിക തൂലിക, എവിടെ നീ വാഴ്ത്തിയ ദ്വാരക, കാലമേ കാലമേ. ഇപ്പോൾ നായട്ടെന്ന് പറയുമ്പോൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ജയനെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏഴാം കടലിനക്കരെ. അപ്പോൾ ഏഴാം കടലിനക്കരെ എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത, ആദ്യമായിട്ട് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ട് വിദേശ ചിത്രീകരിച്ച ഒരു ചിത്രമാണ് ഏഴാം കടലിനക്കരെ എന്ന് പറയുന്നത്. അമേരിക്കയിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ചത്. അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 70കളുടെ അവസാനം, ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നോട്ടീസിലൊക്കെ ഉണ്ടായിരുന്ന വലിയ പരസ്യവാചകങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള പിന്നെ പല കാര്യങ്ങളും അന്ന് ഇതിൻ്റെ നോട്ടീസ്, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, അതുപോലെ നയാഗ്ര വെള്ളച്ചാട്ടം. അപ്പം ആ ഓർമ്മകൾ ആദ്യമായിട്ടിപ്പോൾ ഈ ഏഴാം കടലിനക്കരെ കാണാനൊക്കെ ഇപ്പോൾ ഒരു നേരിയ ഓർമ്മയിൽ ഇപ്പം ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ളൊരു അറിവ് വെച്ചിട്ട് അമേരിക്ക കാണാനായിട്ട് ഈ സിനിമ കാണാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക കാണാനായിട്ടുള്ളൊരു അവസരം എന്നാണ്. ഇപ്പം പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഇതൊന്നും ഇല്ലാതെ അമേരിക്ക കാണാൻ ഒരു അവസരം എന്നായിരുന്നു ഏഴാം കടലിനക്കരെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ തന്നെ ഇതിൽ തന്നെ വന്നിരിക്കുന്ന ഇത് തന്നെ കണ്ടില്ലേ, ഒരുപാട് പിന്നെ ഓർമ്മകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒരു 80കളിലാണ് സിനിമയ്ക്ക് കൂടുതലായിട്ട് ഷീൽഡുകൾ. അതായത് ആ കാലഘട്ടത്തിൽ നല്ല സിനിമകൾ ധാരാളം, നല്ല സംവിധായകരെ, നല്ല സിനിമകൾ, നല്ല നടീനടന്മാരൊക്കെ ഉള്ള ഒരു കാലഘട്ടം. കാരണം ഇപ്പോൾ മമ്മൂട്ടിയുടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ IV ശശി മമ്മൂട്ടി ടീമിൻ്റെ എന്നാൽ ആ കാലഘട്ടത്തിൽ വന്നുള്ള സിനിമകളൊക്കെ തന്നെ സൂപ്പർ ഹിറ്റാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ തന്നെ അടിയൊഴുക്കുകൾ, അദ്ദേഹത്തിന് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടുന്ന സിനിമയാണ് അടിയൊഴുക്കുകൾ. അതെ, മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, MD അദ്ദേഹമാണ് എൻ്റെ സ്ക്രീൻ പ്ലേ, ശശിയേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് മമ്മൂട്ടിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സിനിമയാണ്. അതെ, അദ്ദേഹത്തിന് ഒരു സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയ സിനിമയെന്ന് പറയുന്ന അതിരാത്രമാണ്. കാരണം ഇത് ഇപ്പോൾ അതിരാത്രത്തിൻ്റെ ഷീൽഡ് 50 ദിവസം, അത് 100 ദിവസത്തിന് പുറത്ത് പ്രദർശിപ്പിച്ച ചിത്രമാണ്. അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ, വാർത്ത, കാണാമറയത്ത് ഒക്കെ IV ശശിയാണ്. ആ കാലഘട്ടത്തിലെ സിനിമകളിലൊക്കെ തന്നെ IV ശശി ചിത്രങ്ങൾ, IV ശശി മമ്മൂട്ടി ആ ഒരു ടീമിൻ്റെ സിനിമകൾ ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരു കാലഘട്ടം. മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ താരനായക പദവിയിലേക്ക് പ്രവേശിക്കുന്ന ചരിത്രം അങ്ങനെ തന്നെയുണ്ട് മനുവിൻ്റെ അലമാരയിൽ. മമ്മൂട്ടിക്കും മോഹൻലാലിനും മാത്രമല്ല, മലയാള സിനിമയിലെ ഏതൊരാൾക്കും സ്വന്തം സിനിമയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും മനുവിനെപ്പോലെ സമീപിക്കാവുന്ന മറ്റൊരാളില്ല.
സിനിമയെന്ന് എവിടെ കേട്ടാലും അയാളൊന്ന് തിരിഞ്ഞു നിൽക്കും. അയാളുടെ അലമാരകളിൽ പരിഹാരമാവാത്ത സിനിമാ സംശയങ്ങളില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡിജിറ്റൽ യുഗത്തിലൊക്കെ പലരും പറയാറുണ്ട് ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യണം, പിന്നെ നെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ. കാരണം ഒരിക്കലും ഞാൻ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് വരെ നെറ്റിനെ ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം നെറ്റിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ശശികുമാർ സാറ്. അദ്ദേഹം മരിച്ച സമയത്തുള്ള വാർത്തകൾ, അപ്പോൾ അത് പിന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന വാർത്തകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം 140-ലധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന 127 സിനിമകളാണ്. ഈ 127 സിനിമകളുടെ പേര്, അത് റിലീസ് ചെയ്ത തീയതി, അതിലെ താരങ്ങളടക്കമുള്ള ഡേറ്റ ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ശശികുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫയലാണ്. അത് നെറ്റിലേക്ക് ആശ്രയിക്കുന്നവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. അതെ, നെറ്റിലെ ഇപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്ന 141 സിനിമയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 141 സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് കൂടുതൽ സിനിമകളിൽ ഏതാണ്ട് 70-ലധികം സിനിമകൾ ഷീലയായിരുന്നു നായികയാണ്. പക്ഷേ ശശികുമാർ സാറിൻ്റെ സിനിമയിലെ കൂടുതൽ സിനിമയിൽ ജയഭാരതിയായിരുന്നു നസീർ സാറിൻ്റെ നായികയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ തന്നെ വളരെയധികം തെറ്റുകളാണ് നെറ്റിലുള്ളത്. അതുപോലെ ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ടൊരു പിന്നെ ബെറ്റ് വെച്ചിട്ട് ഞങ്ങൾ നോക്കി, ഇതിനകത്ത് മിസ്റ്റേക്ക് ഇല്ലയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴേ ചേക്കേറാൻ്റെ ചില്ല സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വിക്കിപീഡിയയിൽ കണ്ടതാണ്, എഴുതിയിരിക്കുന്നത് MD വാസുദേവനാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ തെറ്റുകളാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചത് വലിയ തെറ്റാണ്. കാരണം സിനിമയെ നമ്മൾ അത്തരത്തിൽ കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റാണ്, തെറ്റായ ചരിത്രമാണ്. തീർച്ചയായിട്ടും എന്തിനും ഏതിനും ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എനിക്കത്ര ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. കണികൾ നിറഞ്ഞൊരുങ്ങി മണമൂലും കാറ്റ് വീശി, കണികൾ നിറഞ്ഞൊരുങ്ങി മണമൂലും കാറ്റ് വീശി, ഒരു വസന്തം വാതിൽ തുറന്നു, ഉള്ളിലുണരുന്ന സ്വരങ്ങളിൽ ഉതകുന്ന ശ്രുതിയിൽ കളമൊഴി പാടാത്ത കിളികളുണ്ടോ, കണികൾ നിറഞ്ഞൊരുങ്ങി മണമൂലും കാറ്റു വീശി. ഒരു വസന്തം വാതിൽ തുറന്നു, ഉള്ളിലുണരുന്ന സ്വരങ്ങളിൽ ഉതകുന്ന ശ്രുതിയിൽ കളമൊഴി പാടാത്ത കിളികളുണ്ടോ. പഴയ സിനിമാ നോട്ടീസുകൾ പെറുക്കുകൂട്ടിയാണ് മനുവിൻ്റെ തുടക്കം. പിന്നെ അതൊരു വിനോദമായി. ഇപ്പോൾ അതൊരു അവസാനിക്കാത്ത അന്വേഷണമാണ് അയാൾക്ക്. മലയാളത്തിലെ ആദ്യത്തെ ന്യൂറോയിൽസ് അത്ഭുതമായ ന്യൂസ് പേപ്പർ ബോയ് തൊട്ടുള്ള 3000-ഓളം സിനിമകൾ പല ഫോർമാറ്റുകളിലായി മനു സൂക്ഷിക്കുന്നു. കിട്ടുന്നവയെല്ലാം വെറുതെ അടുക്കി വയ്ക്കുകയല്ല അയാൾ. ഓരോ സിനിമയുടെയും ചരിത്ര പ്രാധാന്യം ചികഞ്ഞെടുക്കുന്നു. ഓരോ സിനിമയും സംഭവിച്ച കാലത്തിൻ്റെ ദൃക്സാക്ഷി വിവരണമാണെന്ന് അയാൾക്ക് നന്നായി അറിയാം. ഇപ്പോൾ സിനിമയുടെ ചരിത്രം നേരത്തെ തന്നെ നമ്മുടെ ടി വാസുദേവൻ സാർ പ്രൊഡ്യൂസർ, അപ്പോൾ അദ്ദേഹം സിനിമയുടെ ഒരു ചരിത്രം, വളരെ ബൃഹത്തായ ഒരു മലയാള സിനിമയുടെ ചരിത്രം തയ്യാറാക്കി ചരിത്ര അക്കാദമിക്ക് കൊടുത്താണ്. പക്ഷേ അത് ഇന്നുവരെ അത് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഇതിനോടുള്ള ഒരു താല്പര്യമാണ്, സാമ്പത്തിക ലാഭത്തിനപ്പുറത്ത് നമ്മൾ അതല്ല. അപ്പോൾ നമുക്കിതിനോടുള്ളൊരു പാഷനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്തെ ഒരു ലോക്കൽ ഏരിയയിൽ ഒരു തിയേറ്റർ ഉടമ മരിച്ച വാർത്ത പത്രത്തിൽ വന്നാൽ പോലും നമ്മൾ ആ വാർത്ത പോലും നമ്മളിവിടെ കട്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. കാരണം അത് അദ്ദേഹത്തെ നമ്മളൊരു ഇപ്പോൾ പാർശ്വവൽക്കരിക്കേണ്ട ഒരാളല്ല അദ്ദേഹം. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു തിയേറ്ററിന് ഒരുപാട് സിനിമയുടെ ചരിത്രം, കഥകൾ പറയാനുണ്ടാകും. അപ്പോൾ അന്ന് ആ തിയേറ്ററിൻ്റെ ഉടമയെന്ന് പറയുന്നത് ആ സ്ഥലത്തൊരു വലിയ ആളാണ്. കാരണം അത്രയും ആൾക്കാരെ സിനിമ കാണിക്കുന്ന ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇപ്പം ഇവിടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ സാധാരണ ഒരു ബദൽ ചരിത്രം നമ്മളിവിടെ ഉണ്ടാക്കുക എന്ന് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. ചലച്ചിത്ര ചരിത്രത്തിൻ്റെ സംശയ ദൂരീകരണത്തിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആളുകൾ മനുവിനെ തേടി വന്നു തുടങ്ങിയിട്ടുണ്ട്. സിനിമാ രംഗത്തുള്ള ആളുകളും അയാളെ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട്. എവിടെയും കിട്ടാത്തൊരു സിനിമയുടെ പ്രിൻ്റ് അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു റെക്കോർഡ് ഉറപ്പായും മനുവിൻ്റെ ശേഖരത്തിൽ കാണും.
സിനിമാ രംഗത്തിന് അയാൾ നൽകുന്ന സേവനം ഇപ്പോൾ കേവല ഗൃഹാതുരതയ്ക്കും അപ്പുറമാണ്. ആർക്കും വേണ്ടാത്ത പാട്ടുപുസ്തകങ്ങളും നോട്ടീസുകളും പോസ്റ്ററുകളും പകർന്നു നൽകുന്ന ദൃശ്യചരിത്രത്തിന് പുറത്ത് ഗ്രന്ഥങ്ങൾ അപ്രസക്തമാകുന്നു. ഇപ്പം സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം തന്നെയാണ് പ്രധാനം. വലിയൊരു ഭീമം. കാരണം ചിലപ്പം യാത്രകളൊക്കെ പലപ്പോഴും വേണ്ടി വന്നിട്ടുണ്ട്, ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ പറയുന്ന പല കാര്യങ്ങളും നല്ല പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം അങ്ങ് സാമ്പത്തിക നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമല്ല, നമ്മൾ സമയമൊക്കെ എടുത്തിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെത്താനായിട്ട് പറയുകയാണ്, ഇന്ന ഡേറ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇന്നില്ല, നമുക്ക് വേറെ ദിവസം പോകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നഷ്ടമാണ്. നമ്മുടെ സമയം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ, നഷ്ടം തന്നെ. എന്താണ് ഇതിനുള്ള ഭാവി? അപ്പം ഞാൻ നോക്കുമ്പം തീർച്ചയായിട്ടും നമ്മളിപ്പം ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ മുഖ്യമായിട്ട് വേണ്ട അതിനുള്ളൊരു താല്പര്യമാണ്. തീർച്ചയായിട്ടും സർക്കാരെന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എത്രമാത്രം താല്പര്യമുണ്ടെന്നുള്ളത്, കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം, എനിക്ക് എത്രമാത്രം ഇതിൽ താല്പര്യമുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ ഒരു താല്പര്യമാണ് സർക്കാരിനുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്നോട് തന്നെ പലപ്പോഴും പല ആൾക്കാരും ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അക്കാഡമിക്ക്, ഇപ്പം നമ്മുടെ ഡയറക്ടർ ലെനിൻ രാജേന്ദ്ര സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് അക്കാഡമിക്ക് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം, ചലച്ചിത്ര അക്കാദമി നിങ്ങൾക്കത് ഹാൻഡ് ഓവർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്താൽ നിങ്ങളുടെ പേരെവിടെ എഴുതി വെക്കും. അപ്പം നമുക്കങ്ങനെ പേരെഴുതി വെക്കണമെന്നുള്ള താല്പര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇത്രയും പണം മുടക്കിയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന മാനസികമായിട്ടുള്ളൊരു സംതൃപ്തി, അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത്. ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് പേരയ്ക്കൊക്കെ തിന്നാണല്ലേ? ഈ പേരയ്ക്ക് നല്ല മധുരമുണ്ട്. എല്ലാരും പറയുന്നുണ്ട്. അതാ എല്ലാരും ചൊല്ലണ്. നീലക്കുയിലിന്റെയും ജീവിത നൗകയുടെയും എല്ലാം പഴയ പ്രിന്റുകൾ മനു സൂക്ഷിക്കുന്നുവെങ്കിലും അവ തകർത്ത് കളിച്ച കൊട്ടകകളെല്ലാം ഇന്ന് ചരിത്രമാണ്. സിനിമാ പെട്ടികളും പ്രിന്റുകളും ഷീൽഡുകളും എടുത്ത് സൂക്ഷിക്കുന്ന പോലെ സിനിമാ കൊട്ടകകൾ എടുത്ത് സൂക്ഷിക്കാനാവില്ലല്ലോ എന്ന സങ്കടം മാത്രമാണ് ഇപ്പോൾ ഈ മനുഷ്യന്. മലയാളിയുടെ അതിനിഷ്കളങ്കമായ കാഴ്ചകൾ നിറഞ്ഞു കവിഞ്ഞ് അത്ഭുതമായ കാലം. കരഞ്ഞും ചിരിച്ചും അനുരാഗം കൊണ്ടും ആവേശം പൂണ്ടും ഒരു കാലം അമർന്നിരുന്ന് കണ്ട കൊട്ടകകൾ പുതിയ മൾട്ടിപ്ലക്സ് കാലത്തോടെ ഏറ്റുമുട്ടി എങ്ങനെ നടുപൊടിയാതിരിക്കാനാണ്? എൻ്റെ ഓർമ്മയിലെ പല സിനിമകളും നമ്മൾ കാണുമ്പോൾ ആ ഒരു കാലഘട്ടം മനസ്സിൽ, അതായത് ഇപ്പോൾ നമ്മളുടെ 5 വയസ്സുള്ള സമയത്തൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ആ 5 വയസ്സുള്ള കാലത്ത് നമ്മൾ ഈ സിനിമ കാണാൻ പോയത്, അന്ന് എങ്ങനെയാണ് സിനിമ കാണാനായിട്ട് പോയത്, ബസ്സിൽ അന്നത്തെ കാലാവസ്ഥ എന്താണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ചില സിനിമയ്ക്കൊക്കെ പോയിട്ട് അന്ന് ജനറേറ്റർ ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ സാധാരണ ഓല തിയേറ്ററിലൊക്കെ പോയിട്ട് സിനിമ കാണുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ടിക്കറ്റിൻ്റെ പകുതി കയറി തരും, അടുത്ത ദിവസം വന്ന് കാണാനാണ്. അപ്പോൾ അടുത്ത ദിവസം ചെല്ലുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഓർമ്മയിൽ വന്നിട്ടുള്ള ശരവഞ്ചര സിനിമ കാണാൻ പോകുമ്പോഴേ, കാരണം വളരെ ആഗ്രഹത്തോടെ, അന്നിപ്പോൾ സിനിമയുടെ കഥയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും കുതിരയെ കാണാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹത്തിലാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അന്ന് മഴ പെയ്തിട്ട് 3 മണിക്ക് എന്തോമാണ് മഴ പെയ്യുന്നത്. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സിനിമയുടെ ടിക്കറ്റ് പകുതി കയറി തന്നു, പിന്നെ ആ സിനിമ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമുക്ക് വളരെ വിഷമമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞത് സിനിമ കണ്ട ദിവസം പോലും നമുക്ക് ഓർമ്മയുണ്ട്. ദിവസം, അന്നത്തെ പ്രകൃതിയുടെ അവസ്ഥ, ഇതെല്ലാം നമുക്ക് ഓർമ്മയിൽ വരും. അപ്പോൾ ആ തിയേറ്ററിലൊക്കെ ഇരുന്ന് സിനിമ നിറഞ്ഞിരുന്ന് ജനം ഇരുന്ന്, ഇപ്പോൾ എന്താണ് അതിനകത്ത് സങ്കടമുള്ള സീൻ വന്നു കഴിയുമ്പോഴത്തേന് കരയുന്ന ആൾക്കാരെ, തമാശയുള്ള സീനുകൾ വന്നു കഴിയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നവരെ, സ്റ്റണ്ട് വന്നു കഴിയുമ്പോൾ കൈയടിക്കുന്ന ആൾക്കാരെ, തിയേറ്ററിൽ മൊത്തത്തിൽ ഒരു ആരവമായിരുന്നു തിയേറ്ററിൽ ആ കാലത്ത്. ഇന്ന് അതിന് പകരം നമ്മൾ ഒരു തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ ഒരു 10-200 സീറ്റുകൾ, വളരെ കുറച്ച് ആൾക്കാർ, ഇപ്പോൾ സമയത്ത് നേരത്തെ റിസർവ് ചെയ്തിട്ട് വന്നിരുന്ന് മസിൽ പിടിച്ചിട്ടിരുന്ന് സിനിമ കാണുന്ന കുറേ ആൾക്കാർ. അപ്പം സിനിമയുടെ ആൾക്കാരുടെ ഒരു ആസ്വാദന നിലവാരം തന്നെ മൊത്തത്തിൽ മാറി. കാരണം അക്കാലത്ത് അന്ന് സിനിമ കണ്ടിരുന്ന അത് ഇത്തരത്തിലുള്ള അനുഭവമായിരുന്നു സിനിമയ്ക്ക്.
പഴയ സിനിമാ കൊട്ടകൾ പൊളിച്ചു മാറ്റുമ്പോൾ നമ്മൾ അറിയാതെ പൊളിച്ചു മാറ്റുന്ന ഒരു കാലമുണ്ട്. അവിടെ പുരാവസ്തുക്കളെ പോലെ ചില മനുഷ്യരുണ്ട്, ഓർമ്മകളുണ്ട്. അതുകൊണ്ട് ചലന വാർത്തകളിൽ എവിടെയെങ്കിലും ഒരു സിനിമാ കൊട്ടകയുടമയുടെ പേര് കണ്ടാൽ അയാളത് വെട്ടിയെടുത്ത് സൂക്ഷിക്കും. ഒരിക്കലും അത് അയാൾക്കൊരു ഹോബിയല്ല, മരിച്ചുപോയ കാലത്തോടും കർമ്മത്തോടുമുള്ള ആദരവാണ്. ചരിത്രം കൊട്ടകകളിൽ ആർത്തുവിളിച്ച് അത്ഭുതവും ആവേശവുമായി കടന്നുപോയപ്പോൾ കണ്ടിറങ്ങിപ്പോയ അനേക ലക്ഷം കാണികളിൽ ഒരാളെങ്കിലും ആ കാലത്തോട് ഇങ്ങനെയൊരു സന്മനസ് കാണിക്കുന്നുവെന്ന് കരുതിയാൽ മതി. എല്ലാം പറഞ്ഞു തീരുമ്പോൾ ഒരുപക്ഷെ അതാകും മലയാള സിനിമയുടെ സത്യസന്ധമായ ചരിത്രം. കേരള എക്സ്പ്രസ് അടുത്തയാഴ്ച വീണ്ടും വരും. മറ്റൊരു സ്റ്റേഷനിൽ വെച്ച് വീണ്ടും കാണാം. കാത്തിരിക്കുക. ശുഭയാത്ര. എഴുതുന്നു മായ്ക്കുന്നു നീ ചരിത്രം, മറയ്ക്കുന്നു സത്യത്തെ നീ വിചിത്രം. എല്ലാം അറിഞ്ഞും നീ കണ്ണടയ്ക്കുന്നു, തേരു നിർത്താതെ നോക്കാതെ യാത്രയാകുന്നു. കാലമേ